ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നറിയോ? നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഉരുളക്കിഴങ്ങും ചിക്കനും കൊണ്ടായിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കി നമുക്ക് നോക്കാം. ചീനച്ചട്ടിയിലേക്ക് നമ്മൾ ആദ്യം തന്നെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന ഓയിൽ എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയാണ് ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തക്കാളി വേണം, പച്ചമുളക് വേണം, പിന്നെ നമ്മുടെ സവാള, കറിവേപ്പില, ഏലക്ക, പിന്നെ ഉരുളക്കിഴങ്ങ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇത്രയാണ് ആവശ്യമായിട്ടുള്ളത്. പിന്നെ നമുക്ക് ചിക്കനും കൂടെ അവിടെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഏലക്ക ഇതിന് നല്ലൊരു മണം കൊടുക്കും, നല്ല ടേസ്റ്റ് കുറച്ചും കൂടെ കൂട്ടാൻ ഈ ഏലക്ക ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് ഈ ചൂടുള്ള എണ്ണയിലേക്ക് സവാളയും പച്ചമുളകും പിന്നെ ആണെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങും ഏലക്കായും ഇട്ട് കൊടുക്കണം. പിന്നെ കൂടാതെ നമ്മുടെ കരിവേപ്പിലയും ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഇതിൻ്റെ അകത്തേക്ക്. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് വഴണ്ട് വരട്ടെ. ഒരു പാതി വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അടുത്ത സാധനം കൂടി ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ തക്കാളിയും. ഇത് രണ്ടിൻ്റെയും പച്ചമണം നന്നായിട്ട് മാറി വരണം. തക്കാളി കറിക്ക് നന്നായിട്ട് ടേസ്റ്റ് കൊടുക്കും. അതുകൊണ്ട് തക്കാളി നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരണം, ആ ഒരു ഇതിലേക്ക് വരണം. ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നമുക്കിനി മൂടി വെച്ചൊന്ന് അടച്ചു വെക്കാം, എന്നാലേ കറക്റ്റായിട്ട് ആ ഒരു രീതി നമുക്ക് കിട്ടത്തുള്ളൂ വഴണ്ടിട്ട്. ഇത് ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് തുറന്നു നോക്കാം. തുറന്നു നോക്കുമ്പോൾ ദാ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായുള്ള ഈസ്റ്റിൻ്റെ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടാതെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇത്ര ഇട്ട് കൊടുക്കണം. എൻ്റെ ആ വീഡിയോ മിസ്സായിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ ഈ പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് പച്ചമണം മാറിയതിന് ശേഷം വേണം ചിക്കനും കൂടി ഇട്ട് കൊടുക്കാനായിട്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുക, അതിൻ്റെ പരുവത്തിനനുസരിച്ചിട്ട്. ഇതെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് തിള വരുമ്പോഴാണ് നമ്മൾ ഒരു മൂടി വെച്ച് അടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു കുറച്ച് കഴിഞ്ഞ് നോക്കാം. 5-10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിലായിട്ടുണ്ടാവും. ഏകദേശം സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഈ ഒരു പരുവമാണ് അയക്കുന്നത്. കുറച്ചും കൂടി ഒന്ന് സെറ്റാവുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ച് നേരം കൂടി തീ കുറച്ചിട്ടൊന്ന് വെക്കാം. തീ കുറച്ചിട്ട് വെക്കുമ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞും ഈ ഒരു പരുവത്തിൽ ഇതാണ് കറക്റ്റ് പാകം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.